അതുകൊണ്ടാണ് രേണു സുധി എന്ന് പറയുന്ന ഒരു കലാകാരിയുടെ രണ്ട് മുഖം, ഡബിൾ ഫേസ് ആണ് നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. രേണു സുധിയുടെ ഫെയിമിന് വേണ്ടി, രേണു സുധിയുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു ബിഷപ്പാകുന്ന എന്നെ കീറി മുറിച്ചു. അതൊരിക്കലും ക്ഷമിക്കാവുന്ന ഒരു കാര്യമല്ലത്. രേണു സുധിയോട് ആരാധന വെച്ചോണ്ട് ആരും എൻ്റെ അടുത്തോട്ട് വന്ന് ഇതുവരെയും ചോദിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ അവരെ മാർക്കറ്റ് ചെയ്യും? ഇത് കൊടുക്കണം, വാർത്തയിൽ കൊടുക്കണം. ഇത് രേണു സുധിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ ആരും വരാറില്ല. രേണു സുധി അങ്ങനെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരാളാണെന്ന് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് കേരളത്തിൽ കുറെ പേർക്ക് അവർ വളരെ ഒന്നും വേണ്ടിയാ പറയാൻ ചെലവിന് കൊടുക്കാൻ പറയും. എന്തിന്? ആരോഗ്യമുള്ള ഒരു സ്ത്രീക്ക് ആര് ചെലവിന് കൊടുക്കണം? ഞാൻ അങ്ങനെ അതാരം എഴുതി കൊടുത്തിട്ടുണ്ട്. രേണു സുധി എന്നോട് ഒന്നും നന്ദി കാണിക്കുകയും വേണ്ട, നന്ദികേടും കാണിക്കേണ്ട, നന്ദിയും കാണിക്കേണ്ട. എനിക്ക് അതിന് താല്പര്യവും ഇല്ല. അവരറിഞ്ഞിട്ടുണ്ട് ഈ ചോദ്യം ചോദിച്ചത്, അവരറിഞ്ഞു ചോദിപ്പിച്ചതാണ്. അതിനകത്ത് ഇനി എൻ്റെ മേൽ എന്ത് നടപടി വന്നാലും അവരറിഞ്ഞുകൊണ്ട് ചോദിച്ച ചോദ്യമാണ്. ബെഡ്റൂം ചോരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു എൻ്റെ കുഞ്ഞ് ഋതുല് കിടക്കുന്ന റൂം ചോരുന്നുണ്ടെന്ന് പറഞ്ഞു. മനഃപൂർവ്വം വിവാദം സൃഷ്ടിക്കുകയും ഇതിന്റെ പിൻപിൽ നിന്ന മുഴുവൻ പേരെയും കരിവാരി പുരട്ടാൻ വേണ്ടി രേണു സുധി ചെയ്ത ഒരു സ്ക്രിപ്റ്റഡ് നാടകമാണെന്ന് ഞാൻ പറയും. രേണു സുധിയുടെ സംസാരം വളരെ വേദനിപ്പിക്കുക ചെയ്യുന്നത്. ഇതൊരു അബദ്ധം പറ്റിയ പോലെ പറയാൻ കാര്യം അതാണ്. അവർ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുന്നത്. അബദ്ധം പറ്റുന്നത്, അബദ്ധം പറ്റിച്ച ഒരു ഫെയിമിൽ നിൽക്കുന്ന ഒരാൾക്ക് ചെയ്യേണ്ടി വന്നു. അതൊരു അബദ്ധമായിട്ട് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്. ബിഷപ്പ് നോബൽ ഫിലിപ്പാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് രേണു സുധിയുടെ വീട് തന്നെയാണ്. ആ വീട് വെക്കാൻ വേണ്ടി സ്ഥലം നൽകിയ ആൾ കൂടിയാണ്. ഇപ്പോൾ അത് ഓർക്കുമ്പോൾ, ഈ സോഷ്യൽ മീഡിയയിലെ നിലവിലെ ചർച്ചകളും കമൻസുകളും ഒക്കെ കാണുമ്പം ആ തീരുമാനത്തെ അത് തെറ്റായിപ്പോയെന്നോ അല്ലെങ്കിൽ അതിലൊരു വേദനയോ തോന്നുന്നുണ്ടോ? അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് രണ്ട് മക്കൾക്കായിട്ടാണ്, കൊല്ലം സുധിയുടെ രണ്ട് മക്കൾക്കായിട്ടാണല്ലോ ഞാൻ വീട് വെക്കാനായിട്ടുള്ള സ്ഥലം, ഒരു 7 സെൻറ്റ് സ്ഥലം നൽകി കൊടുത്തിരിക്കുന്നത്. ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതിനെ ഓർത്ത് ഞാൻ വളരെ സന്തോഷവാനാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ആ വീടിനെ പറ്റിയുള്ള ചർച്ചകൾ നടന്നതിന് ശേഷം ആ വീട് പോയി കാണുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഈ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങൾ ആ വീടിനുള്ളതായി അറിയുമോ? ഞാൻ ഒരു പ്രാവശ്യമേ രേണു സുധിയുടെ വീട്ടിൽ പോയിട്ടുള്ളൂ. അത് രേണു സുധിയുടെ പിതാവ് PG തങ്കച്ചൻ, അദ്ദേഹം ഔദ്യോഗികമായിട്ട് ഇവിടെ വരികയും എന്നെ ഔദ്യോഗികമായിട്ട് ആ വീടിൻ്റെ ആശീർവാദ കർമ്മങ്ങൾ നിർവഹിക്കുവാനായിട്ട് ഔദ്യോഗികമായിട്ട് ക്ഷണിച്ചു. അങ്ങനെ ഞാൻ ആ വീട്ടിൽ പോവുകയും സർവീസിൽ, ഹൗസ് വാമിംഗ് സർവീസ് അല്ലെങ്കിൽ വീട് വെഞ്ചരിക്കുന്ന ശുശ്രൂഷയിൽ പങ്കുകൊണ്ട് മടങ്ങി വരികയും ചെയ്തു. പിന്നെ അവർ വീട്ടിൽ സന്ദർശകനാകാനായിട്ട് എന്നെ അവർ ക്ഷണിച്ചിട്ടില്ല. ഒരു ബിഷപ്പ് എന്ന രീതിയിൽ ക്ഷണിക്കാതെ എനിക്ക് പോകാനായിട്ട് കഴിയത്തില്ല. ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞപ്പോഴോ അവിടെ ഒന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നോ? ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നം സോഷ്യൽ മീഡിയയിലൂടെയാണ് കൂടുതൽ കാണാൻ കഴിഞ്ഞത്. അതായത് രേണു സുധിയുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങളുടെ വീട് ചോർച്ചയുണ്ടോയെന്ന് എന്തോ ചോദിക്കുന്നു. അപ്പോൾ ആ പുള്ളിക്കാരത്തി രേണു സുധി പറയുകയാണ് അവരുടെ വീടിന് ചോർച്ചയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആ ചോദ്യം ചോദിച്ച ആൾ ചോദിക്കുന്നു ബെഡ്റൂമിൽ ചോർച്ചയുണ്ടോയെന്ന്. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളതൊരു സ്ക്രിപ്റ്റഡ് ചോദ്യവും സ്ക്രിപ്റ്റഡ് ഉത്തരങ്ങളും ഒക്കെയാണ് വന്നിരിക്കുന്നത്. ചോർച്ചയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പം പ്രിൻസി ഇവിടെ വന്നിട്ടുണ്ട്. പ്രിൻസി എന്നോട് ചോദിക്കുക ബിഷപ്പിൻ്റെ ബെഡ്റൂം ചോരുന്നുണ്ടോ, ബാത്റൂം ചോരുന്നുണ്ടോ എന്ന് ചോദിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടില്ല എന്നോട് ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് സ്ക്രിപ്റ്റഡ് ആണ്. അവരുടെ വീട്ടിൽ ചോർച്ച ഉണ്ടെങ്കിൽ അത് യൂട്യൂബേഴ്സിനെ അല്ല അറിയിക്കേണ്ടത്, പബ്ലിക് പ്ലാറ്റ്ഫോമിലല്ല ഇത് പറയേണ്ടത്. ഞാനതിനെ ഒരിക്കലും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയുമല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ വീട് ബിൽഡ് ചെയ്ത ബിൽഡറിനോട് പറയാം, അല്ലെങ്കിൽ ഈ വാർഡ് മെമ്പറുണ്ട്, അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ 24 ചാനലിലെ ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായരാണ് വീടിന് ശിലാസ്ഥാപനം ചെയ്തത്. അദ്ദേഹം ഇതിന് മുൻകൈ എടുത്തുകൊണ്ടാണ് ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് 7 സെൻറ്റ് സ്ഥലം കണ്ണായ സ്ഥലത്ത് എൻ്റെ പുരയിടത്തിൽ ഏറ്റവും വില കൂടിയ ഏറ്റവും മനോഹരമായിട്ടുള്ള 7 സെൻറ്റ് സ്ഥലം ആ കുഞ്ഞുങ്ങൾക്ക് സന്തോഷപൂർവ്വം കൊടുത്തതിൻ്റെ കാരണം ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായർ 24-ൻ്റെ MD എന്നോട് ഡയറക്റ്റ് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് ഞാനത് കൊടുത്തത്. അദ്ദേഹത്തോട് പറയാമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കുറേ പേര് ഇതിനകത്ത് ഇറങ്ങി തിരിച്ച കുറേ ആൾക്കാരെ കരിവാരി പുരട്ടുവാൻ തക്കവണ്ണം രേണു സുധി എന്ന പ്രിയപ്പെട്ട സഹോദരി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ മുളയിലെ നുള്ളുക തന്നെ വേണം. നുള്ളിയേ പറ്റത്തുള്ളൂ. ഞാൻ ഇനി അടങ്ങിയിരിക്കത്തില്ല. രേണു സുധി പറഞ്ഞിട്ടാണോ പറയാതാണോ? എൻ്റെ വീടിനകത്തൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ പറയാതെ എങ്ങനെ ഒരു മാധ്യമ സുഹൃത്ത് അറിയും? അവരറിഞ്ഞില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. അവരറിഞ്ഞിട്ടുണ്ട്. ഈ ചോദ്യം ചോദിച്ചത് അവരറിഞ്ഞു ചോദിപ്പിച്ചതാണ്.
അതിനകത്ത് ഇനി എൻ്റെ മേൽ എന്ത് നടപടി വന്നാലും അവർ അറിഞ്ഞുകൊണ്ട് ചോദിച്ച ചോദ്യമാണ്. ബെഡ്റൂം ചോരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു എൻ്റെ കുഞ്ഞ് ഋതുല് കിടക്കുന്ന റൂം ചോരുന്നുണ്ടെന്ന് പറഞ്ഞു. മാധ്യമ സുഹൃത്ത് എങ്ങനെ അറിഞ്ഞു ഇവരുടെ മകൻ ഇവർ കിടക്കുന്ന റൂം ചോരുന്നുണ്ടോ എന്നറിയാൻ? അപ്പൊ ഇവർ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരെ കൊല്ലാക്കൊല ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണോ? ഇത് മനഃപൂർവ്വം വിവാദം സൃഷ്ടിക്കുകയും ഇതിന്റെ പിൻപിൽ നിന്ന മുഴുവൻ പേരെയും കരിവാരി പുരട്ടാൻ വേണ്ടി രേണുസുതി ചെയ്ത ഒരു സ്ക്രിപ്റ്റഡ് നാടകമാണെന്ന് ഞാൻ പറയും. ഇതെന്റെ അഭിപ്രായമാണ്, എന്റെ അഭിപ്രായമാണ്. എനിക്ക് രേണുസുതിയുടെ പക്ഷം നിൽക്കേണ്ട, KHDC ഫിറോസിന്റെ പക്ഷം നിൽക്കേണ്ട, ആരുടെയും പക്ഷം നിൽക്കേണ്ട. പക്ഷേ ഇനിയും ഇത് സമൂഹത്തിൽ വലിച്ചു കയറാൻ ഞാൻ അനുവദിക്കത്തില്ല, ഒരിക്കലും അനുവദിക്കത്തില്ല. അവരുടെ വീടിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ബിൽഡറിന് നേരെ പരാതി കൊടുക്ക്, ഒരു പോലീസ് കംപ്ലൈന്റ് ചെയ്യട്ടെ, പോലീസ് വിളിപ്പിക്കും. ഇവിടെ പോലീസ് ഉണ്ടല്ലോ, തൃക്കൊടിത്താനം പോലീസിൽ പരാതി കൊടുക്കട്ടെ. പോലീസ് വന്ന് അദ്ദേഹത്തെ വിളിക്കും, എന്തുകൊണ്ട് നിങ്ങൾ ഈ വീടിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല, എന്തുകൊണ്ട് ഈ വീടിന് ഇത്രയും കംപ്ലൈൻറ്റ്സ് ഉണ്ട്, നിങ്ങളത് പരിഹരിക്കുന്നില്ല. അതിന് പകരം സോഷ്യൽ മീഡിയയിൽ അപമാനിക്കുകയാണോ ചെയ്യേണ്ടത് ഒരു മനുഷ്യരെ? ഒരിക്കലും ക്ഷമിക്കാൻ വയ്യാത്ത, പൊറുക്കാൻ വയ്യാത്ത തെറ്റാണ് ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഞാൻ ഈ വസ്തു കൊടുത്തതിൽ അങ്ങേയറ്റം ദുഃഖിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം രേണുസുതിയുടെ സംസാരം വളരെ വേദനിപ്പിക്കുക ചെയ്യുന്നത്. കൊടുത്തതിനെ ഓർത്തല്ല, പൊതുസമൂഹത്തിൽ ആദരണീയരായി ജീവിക്കുന്ന മനുഷ്യരുണ്ട് കുറേ പേര്. ഞങ്ങളാരും സോഷ്യൽ മീഡിയ താരങ്ങളല്ല. ഇന്ന് നിങ്ങൾ കണ്ണൂരിൽ നിന്ന് ഇവിടെ വരണമെങ്കിൽ എന്നെ പോലുള്ളവർക്ക് എത്രമാത്രം മുറിവേൽക്കപ്പെട്ടിരിക്കുന്നു. അവര് സോഷ്യൽ മീഡിയ താരമാണ്, ആയിക്കോട്ടെ, അവര് സോഷ്യൽ മീഡിയ താരമായി തന്നെ ജീവിക്കട്ടെ. ആരെതിർത്തു? ആരവർക്ക് എഗനസ്റ്റായി? പക്ഷെ ഇതിന് പിൻപിൽ പ്രവർത്തിച്ച KHDC എന്ന് പറയുന്ന ഒരു വലിയ സംഘടന, ഫേസ്ബുക്ക് കൂട്ടായ്മ, 1 രൂപ മുതൽ 50,000, 20,000, 10,000, 500, 100 പ്രവാസി മലയാളികൾ വിദേശത്തു നിന്ന് കഷ്ടപ്പെടുത്തും, വെയിലുകൊണ്ട് കഷ്ടപ്പെട്ടും ജോലി ചെയ്തും അയച്ചു കൊടുത്ത പണങ്ങൾ കാണും. നാട്ടിൽ നിന്ന് കൂലിപ്പണി എടുത്തു കൊടുത്ത പൈസ കാണും. എൻ്റെ കുടുംബത്തിൽ നിന്നും സന്തോഷപൂർവ്വം ഞാനും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വില അനുസരിച്ച് 28 ലക്ഷം രൂപ വില വരുന്ന വസ്തു ആ കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഇന്ന് ഞാൻ കേട്ടു വീട് പൂട്ടി പോവാണെന്ന് പറഞ്ഞു. വീട് പൂട്ടി അവർ പോവാ. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട R ശ്രീകണ്ഠൻ നായർ ഇടപെട്ട് ഈ വീട് അർഹതപ്പെട്ട വേറൊരു കുടുംബത്തിന് ഹാൻഡ് ഓവർ ചെയ്യുവാൻ നിയമപരമായിട്ട് അതിന്റെ പേപ്പറുകൾ റെഡിയാക്കണം. എത്രയും വേഗം അത് മാറ്റി വേറൊരു അർഹതപ്പെട്ട കുടുംബത്തിന് ആ വീട് കൊടുക്കുവാൻ നടപടി എടുക്കണം. ഇല്ലെങ്കിൽ ഞാൻ കോടതിയെ സമീപിക്കും. ഇത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വീട് മാറാൻ ശ്രമിക്കുന്നതായിരിക്കുമോ? ഇല്ലാത്തതല്ല, അവർ കുറെ കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. കുറെ ചോർച്ച, അത് ഗ്ലാസിന്റെ സൈഡിൽ കൂടെ അവിടെ ഇവിടെ എല്ലാം ഗ്ലാസിന്റെ സൈഡിൽ കൂടെ വെള്ളം വരുന്നു അവർ പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, അത് പബ്ലിക്കിലാണോ? നമ്മുടെ വീട്ടിലൊരു പ്രോബ്ലം ഉണ്ട്, അത് പൊതുസമൂഹത്തിൽ അത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പിടിപ്പിക്കുകയാണോ ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് ഇത് നമ്മുടെ വീട്ടിൽ വീട്ടുകാർ ചെയ്തു കൊടുത്തൊരു വീടല്ലല്ലോ ഇത്, ആണോ? ക്രൗഡഡ് ഫണ്ട് കളക്ട് ചെയ്തല്ലേ, എന്നിട്ട് ഒരു തുക കണ്ടെത്തി ഈ വസ്തു നൽകി, നമ്മൾ കുടുംബത്തിൽ നിന്ന് നൽകി, ജനങ്ങൾ ഒന്നടങ്കം നിന്നുകൊണ്ട് ഒരു കൂട്ടായ്മയായിരുന്നു ഇതിനകത്ത്. അങ്ങനെ ചെയ്തു കൊടുത്ത് ഈ വീട് പണിത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കംപ്ലൈന്റ് വന്നെങ്കിൽ അതൊരിക്കൽ പോലും പബ്ലിക്കിന്റെ മുമ്പിലല്ല കൊണ്ടുപോകേണ്ടിയിരുന്നത്. അത് തീർച്ചയായിട്ടും ബിൽഡറുടെ വീഴ്ചയാണെങ്കിൽ, ഞാൻ ബിൽഡറെ വീഴ്ച പറയാൻ പറ്റുമോ എനിക്ക്? ഞാനൊരു വസ്തു കൊടുത്തൊരു വ്യക്തി എന്നുള്ളത് എനിക്ക് ബിൽഡറുമായിട്ട് തന്നെ കണക്ഷൻ. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടിയല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ കാര്യമായി, ഞാനൊരു മിഷണറി ബിഷപ്പായി സേവനം ചെയ്ത് ജീവിക്കുകയാണ്. മനുഷ്യരിൽ നിന്ന് പ്രതിഫലം ഇച്ഛിക്കാതെ, ഒരു 10 രൂപ ഒരു മനുഷ്യരിൽ നിന്ന് കളക്ട് ചെയ്യാതെ ഞാനൊരു മിഷണറിയായി ജീവിച്ചുകൊണ്ടിരിക്കുക നീണ്ട വർഷക്കാലം. എൻ്റെ ഔദ്യോഗിക ജീവിതത്തെയും എൻ്റെ മിഷണറി ജീവിതത്തെയും ഇപ്പോൾ കളങ്കം ചേർത്ത് വെക്കാൻ തക്കോളം ഈ ഒരു കാരണമായി മാറി. ദയവായിട്ട് ഇതിവിടെ കൊണ്ട് അവസാനിപ്പിക്കണം. ഇത് രേണുവിന്റെ പിതാവ്, രേണുവിന്റെ അച്ഛൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന്. രേണുവിന്റെ പിതാവ് എന്നോട് പല പ്രാവശ്യം വന്ന് പറയുന്നുണ്ട്, അവരുടെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല. പിന്നെ ഒരു പ്രാവശ്യം അവിടെ ഫാൻ ഫിറ്റ് ചെയ്ത് അദ്ദേഹത്തിന് നെഞ്ചത്ത് വീണു, അദ്ദേഹത്തിന് ഒരു മുറിവ് പറ്റി എന്നോട് എന്ന് പറഞ്ഞു. ഇതൊക്കെയും അവർ പറയുന്നതല്ലേ നമ്മൾ കേൾക്കുന്നുള്ളൂ. ഞാൻ ആരെയാ അതിന് ബന്ധപ്പെടേണ്ടത്? ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇല്ല, ഞാൻ ബിൽഡർ എന്നെ അടുത്ത ദിവസങ്ങളിൽ വിളിച്ച് ഈ കംപ്ലൈന്റ് പറഞ്ഞതിന് ശേഷം എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ആൾക്കാർ ആരാന്ന് വെച്ചാൽ വന്ന് അതിന്റെ കംപ്ലൈന്റ്സ് അതെല്ലാം നേരെയാക്കി കൊടുക്കാനായിട്ട് ഞാൻ പറഞ്ഞു. ഞാനല്ലല്ലോ ബിൽഡറെ കണ്ടുപിടിച്ചത്. 24 ചാനലാണ് KHDC എന്ന് പറയുന്ന സംഘടനയെ കണ്ടുപിടിച്ച് ഫിറോസിനെ ഈ വീടിന്റെ പണി ഏൽപ്പിച്ചത്. ഞാനല്ല. അതുകൂടെ പ്രത്യേകമായിട്ട് സമൂഹത്തെ അറിയിക്കണം. ഞാൻ നിരപരാധിയാണ് ഈ കാര്യത്തിൽ. ഞാനൊരു വസ്തു എഴുതി കൊടുത്തു എന്നൊരു
കാര്യമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഫാദർ ശരിക്കും ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ കണ്ടിട്ടായിരുന്നു ഈ വസ്തു കൊടുത്തത്? തീർത്തും ഞാൻ ഓർഫൻസിനെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഒരാളാണ്. ഓർഫൻസിനെ, ആ കുഞ്ഞുങ്ങളിൽ ഒരാൾ തീർത്തും ഒരു ഓർഫനാണ്. അപ്പനും അമ്മയും മരിച്ചുപോയി, ഒരു കുട്ടിയുടെ, മൂത്ത കുട്ടിയുടെ. ഇളയ കുഞ്ഞിന്റെ പിതാവില്ല, മാതാവ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു അനാഥമായ ഒരവസ്ഥ എന്നോട് എൻ്റെ സുഹൃത്ത് രാഹുൽ ഇരുമ്പുകുഴി, ഒരു മാധ്യമ സുഹൃത്താണ് നിങ്ങളെപ്പോലെ, അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞു, തിരുമേനി ഇങ്ങനെ 2 കുഞ്ഞുങ്ങൾക്ക് അനാഥമായ അനുഭവം, അവർക്ക് വീടില്ല, തിരുമേനി ഒരുപാട് ചാരിറ്റി ഈ നാട്ടിൽ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു സഹായം ചെയ്യാമോ എന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് അത് കൊടുത്തത്. പക്ഷെ ഇപ്പൊ എന്നെ സമൂഹത്തിൽ ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് ചെയ്യുകയാണ്. നേരത്തെ ഒരു ഇന്റർവ്യൂല് ഫാദർ കാമായി തന്നെ രേണുവിനെ കുറിച്ച് പറഞ്ഞിരുന്നു, നല്ല കലാകാരിയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതെന്തിനു പറഞ്ഞു സഹോദരി? അതെന്നോട് നല്ലൊരു ക്വസ്റ്റ്യൻ. എന്തിനു പറഞ്ഞു? ഞാൻ ഒരിക്കൽ പോലും ഒരു വ്യക്തിയെ, ഒരു വളർന്നു വരുന്ന ഒരു സോഷ്യൽ മീഡിയ താരമാണല്ലോ അവര്, ഒരു വിഡോയാണല്ലേ, ഞാനായിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരാളെ മുറിവേൽപ്പിക്കാൻ പാടില്ല. എന്നെ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറാൻ വേണ്ടി ഒരാൾ വന്ന് സോഷ്യൽ മീഡിയയിൽ രേണുസുധിയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. എന്താ ചോദിച്ചേ? ബിഷപ്പ് നോബിൾ ഫിലിപ്പ്, ഫാദർ നിങ്ങളെ മാർക്കറ്റ് ചെയ്തല്ലേ ഈ ബിസിനസ് ചെയ്യാൻ പോവല്ലേ എന്ന് ചോദിച്ചു. അവിടെ എൻ്റെ കുടുംബത്തെ എന്നെ ഭയങ്കരമായ രീതിയിൽ തകർക്കുക ചെയ്തത്. ഞങ്ങൾക്ക് എന്തിന് രേണുസുധിയും കുടുംബത്തെ മാർക്കറ്റ് ചെയ്യണം? എന്താ ഞങ്ങളുടെ ആവശ്യം എന്താ? അതിലേക്കായിരുന്നു ഞാൻ വരുന്നത്. കാരണം ഈ വിവാദം നടക്കുന്നതിന് മുന്നേ തന്നെ ഫാദർ അന്നൊരു വോയിസ് റെക്കോർഡും പുറത്തു വന്നിരുന്നു. ഫാദർ വളരെ വിഷമിച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര വേദനയായി പോയി, കാരണം ഫാദറിന്റെ സ്ഥലം കൊടുത്തിട്ട് അത് കൊടുത്ത് ഫാദർ മൊത്ത സ്ഥലം വിൽക്കാനുള്ള ഒരു മാർക്കറ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട്. പ്രത്യേകിച്ച് വളരെ, ഞാൻ ആരെയും തരം താഴ്ത്തി പറയുകയല്ല, ഇവിടെ ബഹുമാനപ്പെട്ട മമ്മൂട്ടി സാറോ ബഹുമാനപ്പെട്ട മോഹൻലാൽ സാറോ അങ്ങനെയുള്ള ഏതെങ്കിലും സ്റ്റാർഡമുള്ള ആക്ടർമാരോ ആക്ട്രസ് ആയിട്ടുള്ള വല്ല സിനിമയിലുള്ള, എനിക്ക് എല്ലാവരുടെയും പേരറിയാൻ പറ്റും, അതുകൊണ്ട് പറയാം, നല്ല ഒരു സിനിമാ നടി ഇവിടെ എൻ്റെ പറമ്പിനടുത്ത് എൻ്റെ കുടുംബ പ്രോപ്പർട്ടിക്കകത്ത് താമസിക്കുന്നുവെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചു ചോദിക്കും, ഫാദർ നമ്മുടെ ഇന്ന ആളുടെ മമ്മൂട്ടി സാറിൻ്റെ വീടിന് അടുത്തുള്ള പ്ലോട്ട് എനിക്ക് തരണേ, നല്ല വില തരാം. അവരെന്നോട് റിക്വസ്റ്റ് ചെയ്യണം. അദ്ദേഹത്തോടുള്ള ആരാധനയാണ്. രേണുസുധിയോട് ആരാധന വെച്ചോണ്ട് ആരും എൻ്റെ അടുത്തോട്ട് വന്ന് ഇതുവരെയും ചോദിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ അവരെ മാർക്കറ്റ് ചെയ്യും? ഇത് കൊടുക്കണം, വാർത്തയിൽ കൊടുക്കണം. ഇത് രേണുസുധിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ ആരും വരാറില്ല. രേണുസുധി അങ്ങനെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരാളാണെന്ന് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് കേരളത്തിൽ കുറെ പേർക്ക് അവർ വളരെ ഒന്നും വേണ്ടിയാ പറയും, ചെലവിന് കൊടുക്കാൻ പറയും. എന്തിന്? ആരോഗ്യമുള്ള ഒരു സ്ത്രീക്ക് ആര് ചെലവിന് കൊടുക്കണം? ജോലി ചെയ്ത് ജീവിക്കുന്നവർക്ക് നമ്മൾ എന്തിനാ ചെലവിന് കൊടുക്കുന്നത്? ഇത് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. അതുപോലെ വരുന്ന ഒരു കമന്റ് ആണ്, നന്ദിയില്ലാത്തൊരു കുട്ടിയാണ് രേണു എന്നൊക്കെ പറഞ്ഞിട്ട് ചിലര് കമന്റ് ഇടുന്നു. അപ്പോ ഫാദറിന് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാൻ രേണുസുധിക്ക് ഒന്നും കൊടുത്തിട്ടില്ല. അത് എന്നോട് ചോദിച്ച നല്ലൊരു ക്വസ്റ്റ്യൻ. ഇപ്പൊ രേണുസുധിക്ക് ഞാനൊരു മുട്ടായി പോലും കൊടുത്തിട്ടില്ല. അവരെന്നോട് ചോദിച്ചിട്ടുമില്ല. രേണുസുധി അപ്പന് കൊടുത്തിട്ടില്ല, അമ്മയ്ക്ക് കൊടുത്തിട്ടില്ല, സഹോദരിക്കും കൊടുത്തിട്ടില്ല. ഞാൻ ആകെ കൊടുത്തത് കൊല്ലം സുധിയുടെ, ആകസ്മികമായിട്ട് ഈ ലോകത്തിൽ നിന്ന് വേർവിട്ട് പോയ കൊല്ലം സുധിയുടെ മക്കൾക്ക്, 2 കുഞ്ഞുങ്ങൾക്ക് ഞാൻ പ്രോപ്പർട്ടി തുല്യ അവകാശം വെച്ച് ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. അതിന് രജിസ്ട്രേഷൻ തുകയെല്ലാം ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ സാറ് 24 MD അദ്ദേഹം കൊടുത്തു. ഞാൻ അങ്ങനെ ആധാരം എഴുതി കൊടുത്തിട്ടുണ്ട്. രേണുസുധി എന്നോട് ഒന്നും നന്ദി കാണിക്കുകയും വേണ്ട, നന്ദികേടും കാണിക്കേണ്ട, നന്ദിയും കാണിക്കേണ്ട. എനിക്ക് അതിന് താല്പര്യമില്ല. ഇതിപ്പോ ഈ വിഷയത്തിൽ ഇടപെട്ടതിന് ശേഷം രണ്ടാമത്തെ തവണയാണ് സൈബർ ബുള്ളിംഗ് ആണ്, സെക്കൻഡ് ടൈമാണിത്. ഇനിയിപ്പോ ഇന്ന് കണ്ടേക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ വീട് പൂട്ടി അവർ പോവാണെന്നാ പറഞ്ഞത്. അവർ പറയുകയാണ്, ഞാൻ ഈ വീട് പൂട്ടി ഞങ്ങൾ പോവാണെന്ന്. തീർന്ന കാര്യങ്ങളെല്ലാം. അപ്പൊ വീട് പൂട്ടി പോകുമ്പോൾ 24 ചാനലുകാർ ഇടപെട്ടിട്ട് എത്രയും വേഗം ഈ വസ്തു തിരിച്ചെഴുതി മേടിച്ച് വേറൊരു സാധു കുടുംബത്തിന് കൊടുക്കുക. ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഫാദറിന്റെ കുടുംബ സ്വത്തിൽ നിന്നാണ് എടുത്തത് കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ കൊടുക്കുമ്പോ എന്തായാലും കുടുംബക്കാരിൽ നിന്നൊക്കെ കുടുംബത്തിൽ നിന്ന് വലിയ പ്രശ്നങ്ങളുണ്ട്. കാരണം അനർഹമായിട്ടുള്ള ആൾക്കാരാണോ ഇവരെന്നുള്ള രീതിയിലുള്ള സംസാരം എന്നെ എന്റെ കുടുംബത്തിൽ ഒറ്റപ്പെടുത്തുന്ന അനുഭവം വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അപ്പോഴും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്താ പറഞ്ഞ 2 കൊച്ചു കുഞ്ഞുങ്ങൾക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോ ഇങ്ങനെ ഈ സൈബർ അറ്റാക്കുകളാണ് ഇപ്പൊ സമൂഹത്തിൽ ഇടപെടുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ ആളുകളും ഫാദറിനോട് പറയുന്നുണ്ടോ? ഒരുപാട് ഫോൺ കോളുകൾ എനിക്ക് വരുന്നു, ഒരുപാട് മെസ്സേജുകൾ വരുന്നു. എനിക്ക് ബിഷപ്പ് എന്തിനെങ്കിലും തീരുമാനം ഉണ്ടാക്കണം ഉടൻ തന്നെ. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ഒരു ഉത്തരം കിട്ടുന്നില്ല. 24 ചാനൽ ഇടപെടട്ടെ,
24 ചാനൽ ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായർ സാർ ഇടപെട്ടിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ KHDC തന്നെ എത്രയും വേഗം ഇതിനുള്ള കാര്യങ്ങൾ എന്താ സംഭവിച്ചത്. അവർ വീടിന് ചോർച്ചയുണ്ടെന്ന് പറഞ്ഞ് അപമാനിക്കുന്നതിന് തുല്യമല്ല. അവർ വീടിന് എവിടെയൊക്കെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് ബിൽഡറാണ് റെഡിയാക്കി കൊടുക്കേണ്ടത്, ഇല്ലേ? ബിൽഡർ ശരിയാക്കി കൊടുക്കണം. ബിൽഡർ അവിടെ ചോർച്ച ഉണ്ടെങ്കിലോ മറ്റെന്ത് ന്യൂനതകൾ ഉണ്ടെങ്കിലോ ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത ബിൽഡേഴ്സ് ആണ് നടപടി എടുക്കേണ്ടത്. പക്ഷെ അവരിവിടം പൂട്ടി ഇവിടുന്ന് പോവുകയാണെന്ന് പൊതുസമൂഹത്തോടാണ് അവരിത് പറഞ്ഞേക്കുന്നത്. എനിക്ക് അവിടെ ജീവിക്കാൻ ഒക്കുന്നില്ലെന്നാ പറഞ്ഞു. ഇത്രയും പീസ്ഫുൾ ആയിട്ടുള്ള ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്ത് അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ട് ആര്? അവര് പറയുന്നത് ഇപ്പൊ അവരുടെ ഈ രേണുസുതിയുടെ ഫാമിലി അവിടെ വന്ന് നിൽക്കുന്നുണ്ടല്ലോ, അതിനൊക്കെ എതിരെ ഭയങ്കരമായ പ്രശ്നം നടക്കുന്നു. അതുകൊണ്ട് ഈ നാട്ടിൽ ഇവിടെ ഓൺലൈനിൽ കൂടെ ആരോ പറയുന്നല്ലേ പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ മൊബൈൽ തുറക്കുമ്പോഴല്ലേ. ഇത് ഇത്രയും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു നാടാണിത്. ഇവിടെയുള്ള നെയ്ബർഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വളരെ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവര്, നല്ല ജോലി ചെയ്യുന്നവര്, നല്ല നല്ല തറവാടുകളുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ആരും ഒരു പ്രശ്നമില്ലല്ലോ. മൊബൈലിൽ കൂടെ ആരോ കമന്റ്സ് അയച്ചു എന്ന് വെച്ചാണോ ഇവർ ഇറങ്ങി പോകാൻ പോകുന്നത്? നിങ്ങൾ ചിന്തിക്കൂ. ഇവരെ വാട്സാപ്പിലൂടെയോ മൊബൈലിലൂടെയോ ആരോ കമന്റ് അടിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇവർക്ക് എഗനസ്റ്റ് ആയിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഓർത്തിട്ട് ഇവർ വീട് വിട്ടു പോവാണോ? ഇപ്പൊ ഈ ബിൽഡർ ഫിറോസ് പറയുന്നത് അവർക്ക് പ്രശസ്തിയായതിനു ശേഷം കൊച്ചിയിലേക്ക് മാറാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്യുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി ഒന്നും നോ കമന്റ്സ്. കാരണം നമുക്ക് അവരുടെ ഉൾക്കാഴ്ചയുടെ പേഴ്സണൽ കാര്യമല്ലേ അതൊക്കെ. അവര് വീട് മാറാൻ എനിക്ക് ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്ക് അറിയത്തില്ല. അവരങ്ങനെ നമ്മളുമായിട്ട് സംസാരിക്കുന്നില്ലല്ലോ. അവരതിനെപ്പറ്റി ഒന്നും ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇവര് പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. അതായത് സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളാണ് ഞാൻ സംസാരിച്ചത്. അതായത് ഇവര് കൊച്ചിയിലേക്ക് താമസം മാറുന്നോ എന്നുള്ള ഒരു നമ്മളോട് അവർ പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. കുഞ്ഞ് കിച്ചു അവിടെ താമസിക്കാൻ ഇരിക്കാതിരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങളുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ കിച്ചു അവിടെ താമസിക്കാത്തതിൽ ഫാദറിന് ഒരു വിഷമം തോന്നുന്നുണ്ടോ? ആ കുട്ടി പഠിക്കാൻ വേണ്ടി കൊല്ലത്ത് പോയിരിക്കുകയാണെന്നാണ് എന്നോട് അവരുടെ വീട്ടുകാർ പറഞ്ഞത്. കൊല്ലത്ത് പഠിക്കുന്നു, കോളേജിൽ പഠിക്കുന്നു. അപ്പൊ നമ്മളൊരാൾ ഹോസ്റ്റലിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേ അവന്റെ പിതാവിന്റെ വീട്ടിൽ നിന്ന് പഠിക്കുന്നു എന്ന് കേൾക്കുമ്പം അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടുള്ള അതിനെപ്പറ്റി. ഇനി എന്ത് നടപടിയായിട്ടാണ് ഫാദർ? കാരണം ഇതിൽ കൂടുതലും സൈബർ ബുള്ളിങ് ഫാദറിനാണ് നേരിടേണ്ടി വരുന്നത്. ഇപ്പൊ തന്നെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് അടുത്ത ഇന്റർവ്യൂലേക്ക് കടക്കുമ്പോൾ അതിലൊരു ഇന്റർവ്യൂ ആണ് ഇന്നിപ്പോ ഞാൻ ലാസ്റ്റ് ഇന്റർവ്യൂ ആയിട്ട് ഇത് കാണട്ടെ, ഇനി ഒരു ഇന്റർവ്യൂവിന് ഇരിക്കാൻ ഇടവരില്ല എന്നൊരു പ്രാർത്ഥന എനിക്കുള്ളൂ. അതായത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ കമന്റ്സിൽ പറയുന്നത് ഫാദർ രാവിലെ പറഞ്ഞതല്ല ഉച്ചയ്ക്ക് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. കാരണം ഈ ചോദ്യം ചോദിക്കുന്ന ഒരു 100 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ അതിന് ഉത്തരം പറയുമ്പോൾ അവര് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായിരിക്കും കൊടുക്കുന്നത്. പക്ഷെ അത് പുറത്ത് വാർത്തയായിട്ട് വരുമ്പോഴേ വേറെ രീതിയിലായിട്ട് വരുക. എനിക്കൊറ്റ മാറ്ററല്ലേ പറയാനുള്ളൂ, എനിക്കൊരു മാറ്ററേ പറയാനുള്ളൂ. പക്ഷെങ്കിൽ അത് ഓരോരുത്തരുടെ ചാനലിലെ അവർ എഡിറ്റ് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് വരുമ്പം ഓരോ രീതിയിലേക്ക് അത് വരുന്നല്ല. ഞാൻ ഒരിക്കലും രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ താറ അടിച്ച് സംസാരിക്കുവോ മോശമാക്കി സംസാരിക്കുവോ അല്ല ചെയ്യുന്നത്. പക്ഷെങ്കിൽ അവര് ഓരോ ഇന്റർവ്യൂസിൽ ഇപ്പൊ ഇന്ന് അവർ പറഞ്ഞൊരു ഇന്റർവ്യൂ ഒരു വീട് പൂട്ടി പോകുന്നു എന്നല്ലേ പറഞ്ഞു. അപ്പൊ അത് എന്നെ കൂടെ അല്ലേ എഫക്ട് ചെയ്യുന്നു. അപ്പൊ എനിക്കത് പ്രതികരിക്കണ്ടേ? അപ്പൊ ഫാദർ അവരെ കുറിച്ച് നല്ലത് പറയുമ്പോ പറയാണ് രേണുസുതി ഭീഷണിപ്പെടുത്തിയതാണ്, അവരുടെ ഫാമിലി ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഫാദർ ഇപ്പൊ മാറ്റി പറയുന്നത്. രേണുസുതിയുടെ ഫാമിലി എന്നെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചിട്ടില്ല. രേണുസുതിയുടെ പിതാവോ പിന്നെ മാതാവോ സഹോദരി ഒന്നും എന്നോട് ഭീഷണി സ്വരത്തിൽ സംസാരിച്ചിട്ടില്ല. അവരൊന്ന് മാത്രം പറഞ്ഞു, അവരുടെ വീടിന്റെ സൈഡിൽ കൂടെ വെള്ളം വരുന്നുണ്ട്, അവർക്ക് വീടിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. അത് അവരെന്നോട് പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതെല്ലാം ബിൽഡർ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഒരു ബിൽഡർ എന്ന രീതിയിൽ അദ്ദേഹം ചെയ്തു കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആ വീടിന് എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടെങ്കിൽ വേഗം തന്നെ അദ്ദേഹം അത് ക്ലിയർ ചെയ്ത് ആ പ്രോബ്ലം സോൾവ് ചെയ്ത് അവരവിടെ സന്തോഷമായി താമസിക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് എൻ്റെ എളിയ ആഗ്രഹം. അതന്നെ ഇപ്പൊ ഇത് വിഷമിപ്പിച്ചത് കാര്യം എന്ന് പറയുന്നത്. കാരണം നല്ല സതുദ്ദേശത്തോടു കൂടി ചെയ്തൊരു കാര്യം കൂടിയാണ്. പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് ആകുന്നു. അതോടൊപ്പം തന്നെ അതിൽ ഈ വരുന്ന നെഗറ്റീവ് കമന്റ്സുകൾ ബാധിക്കുന്നു. ഒപ്പം ഇവര് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത് വന്ന് പറഞ്ഞതും കൂടിയാണോ വേദനിപ്പിച്ചത്? അതെന്നെ വളരെ വേദനിപ്പിച്ചു. പബ്ലിക് പ്ലാറ്റ്ഫോം ഒന്നാമത്തെ കാര്യമുണ്ട്. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പുള്ളിക്കാരത്തി ഈ കാര്യം ഇപ്പൊ വിളിച്ചു പറഞ്ഞു. 2-3 മുമ്പ് ഇവരോട് തന്നെ ചോദിക്കാണ്, ഇതുപോലെ സ്ക്രിപ്റ്റഡ് ആയിട്ട് ഒരു യൂട്യൂബർ ചോദിക്കുകയാണ് നിങ്ങളെ മാർക്കറ്റ് ചെയ്യുന്നില്ലേ എന്ന്. ഇന്നലെ ഒരു യൂട്യൂബർ ചോദിച്ചപ്പോഴാണ് ഇവര് പറഞ്ഞ വീട് ചോരുന്നുണ്ട്. അപ്പോഴേ ചോദിക്കുന്നത് ബെഡ്റൂം ചോരുന്നുണ്ടോ. സ്ക്രിപ്റ്റഡ് ആണ്, ഫുൾ സ്ക്രിപ്റ്റഡ് ആണ്.
ഫുൾ സ്ക്രിപ്റ്റഡ് തന്നെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മൊത്തം സ്ക്രിപ്റ്റഡ് ആണ്. മാധ്യമങ്ങൾ ഇപ്പൊ ഫാദറിന്റെ സമാധാനം നശിപ്പിച്ചു എന്ന് തോന്നുന്നുണ്ടോ? അല്ല, എനിക്കിപ്പോ ഒരുപാട്, ഞാൻ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാളാണ്, ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതാണ്. ഈ ഒരു ഇഷ്യൂ വന്ന പിന്നെ ഞാൻ മാനസികമായിട്ട് വളരെ ഡൗൺ ആണിപ്പോ. ഞാനൊരു നന്മ ചെയ്തിട്ട് എനിക്ക് മനസ്സിന് ശാന്തി കിട്ടാൻ വേണ്ടി ചെയ്ത എനിക്കിപ്പോ മനസ്സിന് ഭയങ്കരമായി തകർന്നു പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനിയും അതുകൊണ്ട് ഇങ്ങനെ ഫെയിമിൽ നിൽക്കുന്ന ഒരു വ്യക്തികൾ ദയവ് ചെയ്ത് റെക്കമെൻഡേഷനുമായിട്ട് എന്റെ മുമ്പിൽ വരരുത്, സഹായം അഭ്യർത്ഥിച്ചോണ്ട്. ഇനി ഇത്രയും ഫേമസ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും ചെയ്യുകയില്ല. ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഒരു അവശതയോ പ്രയാസമോ ഉണ്ടെങ്കിൽ എന്റെ ഫാമിലിയിൽ നിന്നോ ഒരിക്കൽ പോലും ഞാനൊരു സഹായം ചെയ്യാൻ ഭയമാണ്, ഭയങ്കര പേടിയാണ്. കാരണം എന്നെ സൈബർ ബുള്ളി ചെയ്ത് വലിച്ചു കീറും. മറിച്ച് ഏറ്റവും നിർധനരും നിരാലംബരുമായിട്ടുള്ള ഓർഫൻസ് ആയിട്ടുള്ള പ്രയാസത്തിൽ കഴിയുന്ന, ദുഃഖത്തിൽ കഴിയുന്ന, വേദനയിൽ കഴിയുന്നവരെ എന്നാൽ ആവോളം എന്റെ കുടുംബസ്വത്തിൽ നിന്നും സഹായിക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പബ്ലിക്കിൽ അറിയപ്പെടാത്തവരുടെ മുമ്പിൽ ഞാൻ പോയി ചെയ്തോളാം. അതാണല്ലോ എന്റെ മിഷനും, അതാണ് എന്റെ വിഷനും. ഇതൊരു അബദ്ധം പറ്റിയ പോലെ പറയാൻ കാര്യം അതാണ്. അവർ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുന്നത് അബദ്ധം പറ്റുന്നത്. അബദ്ധം പറ്റിച്ച ഒരു ഫെയിമിൽ നിൽക്കുന്ന ഒരാൾക്ക് ചെയ്യേണ്ടി വന്നു. അതൊരു അബദ്ധമായിട്ട് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്. അതുപോലെ എപ്പോഴെങ്കിലും ഈ കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിനോ മറ്റോ വേണ്ടിയിട്ട് അതല്ല, 24 ചാനലാണ് പഠനത്തിനെ സപ്പോർട്ട് ചെയ്തത്. 24 ചാനലാണ് പഠനത്തെ ഫുൾ ആയിട്ട് സപ്പോർട്ട് ചെയ്തത്. ഫാദറിനോട് അത്തരത്തിൽ ഇല്ല, എന്നോട് അവർ അപ്രോച്ച് ചെയ്തിട്ടില്ല, ഒരിക്കലും ഇല്ല. ഞാൻ അതിന് പഠനത്തിനെ ഒന്നും സപ്പോർട്ട് ചെയ്ത് ചെയ്യാൻ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തിട്ടില്ല. അവർ റിക്വസ്റ്റ് ചെയ്തിട്ടും ഇല്ല. ഇല്ല. ഈ വീട് വെച്ച് നൽകുമ്പം ഇപ്പം അതില് ഒരു വോയിസ് സന്ദേശത്തില് ഫാദർ അല്ല രേണു സുധിയുടെ അച്ഛൻ പറഞ്ഞു എന്ന് പറയുന്നു, ഇവിടെ ആളുകളുടെ പൈസ സ്വരൂപിച്ചാണ് ആ വീട് വച്ചത് എന്നുള്ളത് ഒരാളോടൊരു ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത് പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇങ്ങനെ അവരെങ്ങനെയാണ് ഫണ്ട് കളക്ട് ചെയ്തത്? അടുത്തുള്ള ആളുകളോട് അങ്ങനെ ഫണ്ട് പിരിച്ചിരുന്നു? നാട്ടുകാരോട്? HDC എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് ഈ വീട് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. അല്ല, പരിസരവാസികളോട് അങ്ങനെ ഇവിടുന്നെങ്ങും ആരോടും ഒരു പൈസ അവർ കളക്ട് ചെയ്തിട്ട് എന്റെ അറിവിലില്ല. ഒരിക്കലും അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയത്തില്ല. അവര് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ ഫേസ്ബുക്ക് കൂട്ടായ്മ ഉണ്ട്, ഇവരുടെ KHDCയുടെ ഫ്രണ്ട്ഷിപ്പ് പോലത്തെ അവരുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയില്ലേ, അവരിൽ നിന്നാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വീട് നിർമ്മിച്ച് നൽകുക ചെയ്തേക്കുന്നത്. ആ വീട് ഫുൾ ഫർണിഷ് ചെയ്താ കൊടുത്തിരിക്കുന്നത്, എല്ലാ സംവിധാനങ്ങളും. ഇതിപ്പോ പരസ്പര ഭീഷണികളാണ്. അതിപ്പോ രേണു സുധിയുടെ ഫാമിലി പറയുന്നു അവരെ ഭീഷണിപ്പെടുത്തിയെന്ന്, ബിൽഡേഴ്സ് പറയുന്നു അവരെയാണ് ഭീഷണിപ്പെടുത്തിയത്. പക്ഷെ അപ്പൊ ഞാൻ തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക, എനിക്കിതിനകത്ത് എന്തുവാ? പിന്നെ ഞാൻ ഇതിനകത്ത് ഒന്നിലും പെടാത്ത ഒരാളല്ലേ ശരിക്കും. ഞാൻ ഭീഷണിക്കുമില്ല, രണ്ടു കൂട്ടരോടും ഒരു പ്രോബ്ലം ഇല്ലാത്ത ഒരാളല്ല. അപ്പൊ എന്നെ ഇതിനകത്ത് ഇപ്പം ഇവരെല്ലാം എടുത്തിട്ടിട്ട് ഒരു ബിഷപ്പ് എന്ന രീതിയിൽ എന്റെ ഒരു വാർത്ത കാണുമ്പോൾ ആൾക്കാരുടനെ ശ്രദ്ധിക്കപ്പെടും. അതിനുവേണ്ടി അന്ന് ആ ചോദ്യം ചോദിച്ചേ, ഫാദർ നിങ്ങളെ വെച്ച് മാർക്കറ്റ് ചെയ്യുന്നില്ലേ ചോദിച്ചു. അതും ഒരു സ്ക്രിപ്റ്റഡ് ആണെന്ന് 100% സ്ക്രിപ്റ്റഡ് ആണ്. അതിനിപ്പോ പറയുമ്പോൾ രേണുസുധിക്ക് വേദന വരും. ഈ വ്യക്തിയെ ഞാൻ അന്വേഷിച്ചു. രേണുസുധി ഇന്ന് വരെ എന്നോട് ആ വ്യക്തിയുടെ പേര് പറയത്തില്ല, കാരണം ഞാൻ കേസ് കൊടുക്കുമെന്നറിയാം. രേണുസുധിയെ പബ്ലിക് സോഷ്യൽ മീഡിയയിലെ ഒരു വ്യക്തി രേണുസുധി കാരണം കോടതി കയറുവാണെങ്കിൽ രേണുസുധിയുടെ പബ്ലിക്കിൽ ഉണ്ടാകുന്ന ആ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കുറയുമെന്നുള്ളത് രേണുസുധിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്തു? രേണുസുധി എന്ത് ചെയ്യത്തില്ല, ആളുടെ പേര് എന്നോട് പറഞ്ഞിട്ടില്ല. രേണുസുധി അറിയത്തില്ലെന്നാ പറഞ്ഞേ. രേണുസുധി എല്ലാ കാര്യത്തിനും അറിയാം, രേണുസുധിക്ക് എല്ലാ കാര്യവും അറിയാം. പക്ഷെ അവരുടെ നിലനിൽപ്പ് നോക്കിയേ ചെയ്തുള്ളൂ. പക്ഷെ അത് മുന്നോട്ട് അധികം നാൾ നിൽക്കത്തില്ല. ഇവര് പറഞ്ഞു കൊടുത്തിട്ട് ചോദ്യം ചോദിക്കുന്നു. ഇവര് പറഞ്ഞു കൊടുത്ത് തന്നെ ചോദ്യം ചോദിച്ചതാ. അങ്ങനെ എനിക്കുണ്ട്. ഞാനിപ്പോ അതിന് അങ്ങോട്ട് തിരിച്ചു ഉത്തരം പറയട്ടെ. അവരുടെ വീട്ടിലെ ബെഡ്റൂം ചോരുന്നുണ്ടോ എന്ന് ഒരു സോഷ്യൽ മീഡിയക്കാരൻ ചോദിക്കുന്നില്ലേ? അവരോട് അപ്പൊ റിതപ്പം കിടക്കുന്ന റൂമിലാ ചോരുന്നേ. സോഷ്യൽ മീഡിയക്കാരൻ ഇപ്പൊ നിങ്ങൾ ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ ഫാദർ നേരത്തെ. ഞാൻ ചോദിക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ആ സ്ഥലം കൊടുത്തതുമായി ബന്ധപ്പെട്ട വിവാദവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഫാദറും രേണുസുധിയും തമ്മിൽ തെറ്റി എന്നൊക്കെ പറയുന്നു. അതിനുശേഷം ഞാൻ ആകെ രേണുസുധിയോട് 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ഹലോ ഹായ് പറഞ്ഞ് ഒന്നും മിണ്ടിയിട്ടില്ല. ഇവിടെ വന്നിട്ടില്ലല്ലോ. അവര് എന്തെങ്കിലും എമർജൻസി ആയിട്ടൊരു കാര്യം ചടങ്ങുകൾക്ക് ക്ഷണിക്കാനോ അങ്ങനെ ആരെങ്കിലും ഒഫീഷ്യൽസ് വരുമ്പോഴല്ലേ അവരൊന്നും വരുന്നുള്ളൂ. അല്ലാതെ അവരോട് നമ്മളെ വിസിറ്റ് ചെയ്യാറില്ല, സംസാരിക്കാറില്ല. അങ്ങനെ ഒരു പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പ് ഒന്നും അവരുമായിട്ടില്ല. ഒഫീഷ്യൽ മാത്രം. അങ്ങനെ തെറ്റി എന്ന് പറയുന്നു. അതിനുശേഷം ഒരു ഇന്റർവ്യൂ പബ്ലിക് കമന്റ്സുകൾ വരുന്ന അല്ല, അതിനുശേഷം ഒരു ഇന്റർവ്യൂല്
ഫാദറിന്റെ കൂടെ തന്നെ രേണുസുതി ഇരുന്നൊരു ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അവര് വന്ന് അനുഗ്രഹം മേടിച്ചു പോയി, ബ്ലെസ്സിങ്സ് മേടിച്ചു പോയി. ആ സമയത്ത് ഫാദർ ചോദിച്ചപ്പോഴും ആ യൂട്യൂബറെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. ഇല്ല, ഞാൻ ചോദിച്ചപ്പോഴും അവർ യൂട്യൂബർ ആരാണെന്ന് അവർക്ക് അറിയത്തില്ലെന്നാ പറഞ്ഞു. ഞാൻ അവരെ പേഴ്സണലി ചോദിച്ചു അവരോട് ഇതാരാ പറയാം, പക്ഷെ അവർക്കറിയാം. ഞാൻ അപ്പൊ തന്നെ അന്ന് വൈകിട്ട് തന്നെ കോടതിയിൽ മൂവ് ചെയ്യുമെന്ന് അവർക്കറിയാം. കാരണം ഫാദർ ഇത് പറയുന്നുണ്ടായിരുന്നു, വോയിസ് സന്ദേശത്തിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, കാരണം ആരാണെന്ന് അറിയാമെങ്കിൽ ഞാൻ എന്തായാലും. അതുകൊണ്ടാണ് രേണുസുതി എന്ന് പറയുന്ന ഒരു കലാകാരിയുടെ രണ്ട് മുഖം, ഡബിൾ ഫേസ് ആണ് നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം തുറന്നു പറയാമല്ലോ, ഇത് കൊടുക്കണം നിങ്ങൾ. ഇപ്പൊ ബിഗ് ബോസിലേക്ക് അവർ പോവുകയാണ്. ഇതുകൊണ്ട് ഞാൻ അടക്കമുള്ളവർ അവർക്ക് എഗനസ്റ്റ് ആയി കഴിഞ്ഞു, തീർന്നോ? മനസ്സിലായോ? ഇനി അവരെത്ര അതിൻ്റെ അകത്ത് പോയി കളിക്കുമെങ്കിലും രേണുസുതിയുടെ രണ്ട് മുഖം ജനം കണ്ടു കഴിഞ്ഞു. ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് തന്നെ രണ്ട് മുഖം ഉണ്ട് അവർക്ക്. മനസ്സിലാവുന്നുണ്ടോ? എന്റെ ഒറിജിനൽ മുഖമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്ക് വിഷമമുള്ളതുകൊണ്ടാണ് സംസാരിക്കുന്നത്. രേണുസുതിക്ക് ഡബിൾ ഫേസ് ആണെന്നുള്ള തെളിവാണ്. എന്നെ ക്രൂശിച്ച സമയത്ത് ആ വ്യക്തി എനിക്കിപ്പോ പ്രിൻസിയുടെ മുഖം ഓർമ്മയുണ്ടല്ലോ. പ്രിൻസി എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പ്രിൻസിയുടെ ക്വസ്റ്റ്യൻ എന്റെ റെക്കോർഡല്ലേ. അപ്പൊ അവരോട് ചോദ്യം ചോദിച്ച ആളിനെ അവർക്ക് അറിയത്തില്ലെന്ന് അവരോട് വന്ന് പറഞ്ഞു. എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. ആരാന്ന് അറിയത്തില്ലെന്നാ പറഞ്ഞേ. പുള്ളിക്കാരത്തിക്ക് നിലനിൽപ്പ് നോക്കാൻ അറിയാം, പക്ഷേ ഈ ഒരു കാര്യത്തിൽ പുള്ളിക്കാരത്തി രക്ഷപ്പെടത്തില്ല. സീരിയസ്ലി ഞാൻ പറയുക, രക്ഷപ്പെടാൻ പോകുന്നില്ല ഈ കാര്യത്തില്. ഇതിനകത്ത് പുള്ളിക്കാരത്തി ശരിക്കും നമ്മൾ പറയട്ടെ, നമ്മൾ ഒരു നന്മ ചെയ്ത ഒരാളെ ക്രൂശിക്കുന്നത് ഭയങ്കര തെറ്റ് തന്നെ. ഇപ്പം രേണുസുതി സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഒരാൾ കൂടിയാണ്. രേണുസുതി ബിഷപ്പിന് നേരെ തിരിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക? എനിക്ക് ഇത്രയും വന്നതിന്റെ കൂടെ കുറച്ചുകൂടെ അങ്ങോട്ട് വരും. രേണുസുതി എന്നെ വരാൻ, ഞാൻ രേണുസുതിയുമായിട്ട് ഒരു മോശമായ കാര്യങ്ങൾ അതിനൊരു കാരണമായിട്ട് നിങ്ങളുടെ ഇന്റർവ്യൂ ചെയ്യണ്ട. ഉള്ള കാര്യങ്ങൾ നിങ്ങൾ പബ്ലിക്കിനോട് പറ. രേണുസുതി സ്ക്രിപ്റ്റഡ് ആയിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. എന്റെ അഭിപ്രായം, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചേക്കുന്നത് രേണുസുതിയുടെ അറിവോടുകൂടി തന്നെയാണ്. 100% അത് ഈ വീട് ചോർന്ന കാര്യവും എന്നെ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറിയ കാര്യവും രേണുസുതി അറിഞ്ഞുകൊണ്ടാണ്, അറിയാതെ അല്ല. ചെറിയ കാര്യമാണോ ഇത്? ഞാൻ ആ സോഷ്യൽ മീഡിയയിൽ രേണുസുതിയുടെ കുടുംബത്തെ മാർക്കറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവര് ഒരു ആൻസർ നല്ല രീതിയിൽ കൊടുത്തോ? ഞാൻ കാണിക്കാം അവരെങ്ങനെ ആൻസർ കൊടുത്തേന്ന്. ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു അറിയത്തില്ല. അങ്ങനെയാണോ ആൻസർ കൊടുക്കേണ്ടേ? അവര് പറയണമായിരുന്നു ബിഷപ്പ് അതിനകത്തൊന്നും ഇടപെടുന്ന ആളല്ല, അങ്ങനെ പുള്ളിക്കാരൻ ചെയ്തിട്ടില്ലെന്ന് പറയണ്ടേ? പുള്ളിക്കാരി അങ്ങനല്ല പറഞ്ഞത്. ഞാൻ അങ്ങനെ കേട്ടിരിക്കുന്നു, കണ്ടിരിക്കുന്നു, അറിയത്തില്ല എന്ന് ഒഴിഞ്ഞു മാറുക ചെയ്തേ. അല്ല, അവര് പറയുന്നുണ്ടായിരുന്നു ബിഷപ്പിന് അങ്ങനെ കൊല്ലം സുധിയുടെ വീട് വെച്ച സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ഉത്തരവാണോ കൊടുത്തത്? ഒരിക്കലും അല്ല. സ്ലോലി ആൻസർ ചെയ്തേ. പുള്ളിക്കാരത്തിയെ കൊള്ളിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പുള്ളിക്കാരത്തിക്ക് നോവത്തില്ലേ? നോമോ ഇല്ലയോ? സിസ്റ്റർ പറഞ്ഞാട്ടെ, പുള്ളിക്കാരത്തിയെ സ്വഭാവം മോശമാക്കിയ ഒരാളൊരു ചോദ്യം ചോദിക്കുക, അവരുടെ മുഖം മാറുമോ? അപ്പൊ അവർക്ക് എന്റെ കാര്യത്തിൽ 28 ലക്ഷം രൂപയുടെ വസ്തു അവർ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് എന്നെ വലിച്ചു കയറി ഒട്ടിച്ചപ്പോ അവര് വളരെ സാമായിട്ടുള്ള ആൻസർ ചെയ്ത് ഇത് അവർക്ക് ഉത്തരമായിട്ട് തന്നെ ഇരിക്കട്ടെ. ഞാൻ മുമ്പ് ഫാദറിന്റെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടതാണ്. ഇതുവരെയും ഫാദർ ഇങ്ങനെ വേദനിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഫാദറിന് ലാസ്റ്റ് ഇന്റർവ്യൂ ആയിക്കൊള്ളട്ടെ. ഇത്രയും വേദനിപ്പിച്ചൊരു കാര്യം എന്തായിരുന്നു? ഇത്രയും വേദനിപ്പിച്ച കാര്യം എന്നെ സോഷ്യൽ മീഡിയയിൽ സൈബർ ബുള്ളി ചെയ്യാൻ ഈ സ്ത്രീ ഇട്ടുകൊടുത്തു. ഈ രേണുസുതി എറിഞ്ഞു കൊടുത്തു എന്നെ. അത് എനിക്ക് വളരെ മുറിവായിട്ടുണ്ട്. രേണുസുതിയുടെ ഫെയിമിന് വേണ്ടി, രേണുസുതിയുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു ബിഷപ്പാകുന്ന എന്നെ കീറി മുറിച്ചു. അതൊരിക്കലും ക്ഷമിക്കാവുന്ന ഒരു കാര്യമല്ലത്. അപ്പോ ഇനി ഫാദർ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല. അവരെന്ത് കാണിക്കുന്നോ അവർ ആ രീതിയിൽ മൂവ് ചെയ്യട്ടെ. എന്റെ കാര്യങ്ങൾ ഞാൻ തുറന്ന് സംസാരിച്ചു. ഇത് ഇനി അവർക്ക് ആവശ്യമില്ലെങ്കിൽ ഇത് മറ്റൊരാൾക്ക്, ഈ വീട് അവർക്ക് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒഫീഷ്യലി അവര് പിന്നെ ഇവിടെ താമസിക്കുന്നില്ലെന്നാ പറയുന്നത്. അവരെന്ത് കാരണത്താൽ താമസിക്കുന്നില്ല എന്നുള്ളത് അറിയിക്കേണ്ടവരെ അറിയിക്കട്ടെ. അറിയിച്ചു കഴിഞ്ഞിട്ട് 24 ചാനലും KHDC ഒക്കെ ആണല്ലോ ഇതിന് മുൻകൈ എടുത്തേക്ക്. ആലോചിച്ച ശേഷം നടപടികളിലേക്ക് പോകണം. ഇത് അർഹതപ്പെട്ട മറ്റാർക്കും കൊടുക്കും. അർഹതപ്പെട്ട കുടുംബങ്ങളില് എന്ന് വെച്ചാൽ തീർത്തും നിരാലംബരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. രേണുസുതിക്ക് വാടകയ്ക്ക് പോകാൻ സാമ്പത്തികം ഉണ്ടായിട്ടില്ലേ വാടകയ്ക്ക് പോകാൻ പോകുന്നത്? വാടകയ്ക്ക് പോകാൻ നിവൃത്തിയില്ലാത്തവര് കേരളത്തിലുണ്ട്. ഫാദർ ഇത് രേണുസുതിക്ക് കൊടുത്ത പ്രോപ്പർട്ടി അല്ല, ഒരിക്കലും അല്ല. അത് 2 കുട്ടികൾക്കാണ്. അതെ, അപ്പൊ അവർക്ക് തന്നെ അത് കൊടുത്തുകൂടെ? കാരണം കുഞ്ഞുങ്ങൾക്കായിട്ട് തന്നെ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. പക്ഷെ ആ വീട് ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നെഗറ്റീവ് ആകത്തില്ലെന്ന് എന്റെ ചോദ്യം. വീട് ലോക്ക് ചെയ്തിട്ട് അവർ പോവാണെന്നാണല്ലോ ഇന്നും അവർ പറഞ്ഞത്. അപ്പൊ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താണ്, കുഞ്ഞുങ്ങൾ അവർ അർഹതപ്പെട്ടവരവിടെ താമസിക്കണ്ടേ? ഇപ്പം മൂത്ത മകനെ സമീപിക്കാമല്ലോ, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ നിന്നോട്ടെ എന്ന തീരുമാനത്തിൽ എടുത്തു. അപ്പൊ മൂത്ത മകനെ നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ? എനിക്ക് അവരുമായിട്ടൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഇതിപ്പോ എന്റെ ഒരു അഭിപ്രായമേ പറഞ്ഞുള്ളൂ.
അല്ല അവർക്ക് തീരുമാനമല്ല കേട്ടോ, അത് പ്രത്യേകം പറയണം. എന്റെ തീരുമാനമല്ല ഇത്, അഭിപ്രായം. ഇപ്പൊ രേണുസുതി അങ്ങനെ തീരുമാനിച്ച് പോവുകയാണെങ്കിലും ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു സ്വത്തെന്ന പേരിൽ അത് കൊടുക്കും. സന്തോഷമേ ഉള്ളൂ, അതിൽ എനിക്ക് യാതൊരു വിരോധമില്ല. പക്ഷെ ഒരു കാര്യം, അവരത് ലോക്ക് ചെയ്തിടുന്ന കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊരു മുറിവാണിത്. കാട് പിടിച്ചേ, അപ്പൊ അവർ താമസമില്ലാതാകുമ്പോൾ ഇവിടെ ചുറ്റുപാടും കാടാവും. അപ്പൊ അതെല്ലാം കാണുമ്പം അത് കൊടുത്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിലും ലോകത്തിന്റെ പല ഭാഗത്തുള്ളവർ രക്തം വെള്ളമാക്കി പണം കൊടുത്തല്ലേ ഇത് പണിയിപ്പിച്ചേക്കുന്നത്. എത്ര പേരുടെ അധ്വാനത്തിന്റെ ഫലമാണത്. അത് ഭയങ്കര ഒരു ദുഃഖം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അല്ലാതെ തിരിച്ച് എനിക്ക് വേണ്ട അത്. ഞാനിപ്പോഴും സിസ്റ്ററോട് പറയും എനിക്ക് വേണമെന്നല്ല, അർഹതപ്പെട്ടവരുടെ കരങ്ങളിൽ അത് എത്തണമെന്നുള്ളൊരു ചിന്ത മാത്രമേ എനിക്കുള്ളൂ. എനിക്കൊരിക്കലും നമ്മളൊരാൾക്ക് ഗിഫ്റ്റ് കൊടുത്തത് തന്നെ, പക്ഷേ അവരതിനെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് കാണുന്നില്ല എന്ന് പറയുമ്പോൾ അത് വളരെ വേദനാജനകമല്ലേ. ഇതിപ്പോ നമ്മുടെ കൺമുന്നിൽ തന്നെ കിടക്കുന്നുണ്ടായിരിക്കുമല്ലേ ഇത്രയും വേദന. തീർച്ചയായിട്ടും അതാണ്. ഓക്കെ ഫാദർ, നന്ദി സഹകരിച്ചു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.